ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഒരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു പോക്കറ്റ് സാൻഡ്വിച്ച് ആട്ടോ, ബ്രെഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കൊടുക്കുന്ന ഫില്ലിങ് ഷവർമയുടെ ഫില്ലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റുമാണ്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അത്രയും സമയം വേണ്ടു. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 ബ്രെഡിൻ്റെ സ്ലൈസസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നമ്മുടെ സൈഡ് ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണ്ട, ഓരോന്നായിട്ട് നമുക്ക് നല്ല ഫ്ലാറ്റ് ആക്കിയിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ചപ്പാത്തി റോളർ വെച്ചിട്ട് നല്ല ഫ്ലാറ്റ് ആക്കിയിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇപ്പോൾ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൻ്റെ മൂടി എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെടുത്ത് വെച്ച 6 ബ്രെഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ആദ്യം ഒന്ന് പരത്തുക, എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് മാറ്റി വെക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലൊരു 1/2 കപ്പോളം ക്യാബേജാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്, ഗ്രേറ്റ് ചെയ്ത് വെച്ചത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും പിന്നെ അതുപോലെ ഒരു ചെറിയ കുക്കുംബറിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില, പിന്നെ ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ കുറച്ച് യെല്ലോ ക്യാപ്സിക്കം ഉള്ളത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ചിക്കനില്ലാതെ വെജിറ്റബിൾസിൻ്റെ ഫില്ലിങ് മാത്രം വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, ഉപ്പും കുരുമുളകും ഇട്ടിട്ട്. അപ്പോൾ ബ്രസ്റ്റ് പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു 100 ഗ്രാമോളം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പിച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മയോണീസ് ചേർത്ത് കൊടുക്കണം. ഞാൻ മയോണീസ് ഉണ്ടാക്കുന്നത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫലാഫിലിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 1-2 ടേബിൾ സ്പൂണോളം മയോണീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും, ചിക്കനിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുപോലെ മയോണീസിൽ ഉപ്പുണ്ട്. പക്ഷേ വെജിറ്റബിൾസിൽ ഉപ്പില്ലെങ്കിൽ നമുക്ക് കടിക്കാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഉപ്പും പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഫില്ലിങ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിലിപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അന്ന് ഉണ്ടാക്കിയ ഫലാഫിലില്ലേ, അപ്പോൾ അത് വേണമെങ്കിൽ പൊടിച്ച് ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്. മുട്ടയിൽ ആദ്യം ഒന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് നന്നായിട്ടൊന്ന് കവർ ചെയ്യണം. ഇതുപോലെ നന്നായിട്ട് എല്ലാ ബ്രെഡും ഒന്ന് കവർ ചെയ്തെടുക്കുക. നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ബ്രെഡ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡ് ഇട്ടിട്ട് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓയിലൊരു മീഡിയം ചൂടുണ്ടാകാനേ പാടുള്ളൂ. ബ്രെഡ് ഇട്ട വശം തന്നെ കരിഞ്ഞു പോകും നല്ല ചൂടുണ്ടെങ്കിൽ. പിന്നെ നമ്മളിത് കുറേ ഉണ്ടാക്കിയെടുക്കുമ്പം കുറച്ച് ഓയിൽ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓയിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും ഒരുപാട് ചെയ്യുകയാണെങ്കിൽ. ഈ ഒരു ബ്രെഡ് ക്രംസൊക്കെ പെട്ടെന്ന് താഴെ വന്നിട്ട് ഒരു കരിഞ്ഞ് പിടിച്ച് നമ്മുടെ ഹെൽത്തിന് അത് മോശമല്ലേ. ഓയിലി സ്നാക്സൊക്കെ ഹെൽത്തിന് മോശം തന്നെയാണ്, അത് ഞാനും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ മാറ്റുന്നത് നല്ലതാണ് ഒരുപാട് ചെയ്യുകയാണെങ്കിൽ. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഒരുപാടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഓയിൽ മാറ്റണം. അപ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം തന്നെ വേസ്റ്റ് ചെയ്യണ്ട. ആവശ്യത്തിന് മാത്രം ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു ബ്രെഡ് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും പൊരിച്ചെടുക്കുക. നമ്മൾ ആദ്യം ഒന്നേ ഫ്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമത് ഇടുമ്പോൾ തന്നെ ഒരു കറുത്ത പൊടി ഒരുപാട് വന്നിട്ട് നമ്മുടെ ബ്രെഡിൻ്റെ മുകളിൽ കോട്ട് ചെയ്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ അതത്ര നല്ലതല്ലല്ലോ. ഒരുപാട് ചെയ്യുകയാണെങ്കിലാണ് പറഞ്ഞത് ഓയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് മാറ്റി കൊടുക്കണേ. അപ്പോൾ കുറച്ചെടുത്താൽ മതി, അപ്പോൾ അധികമൊന്നും ഓയിൽ നമുക്ക് വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇത് ഞാനൊന്ന് തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് തീ കൂട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. എടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഓയിൽ കളയാൻ ശ്രദ്ധിക്കണം. ഇനി ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡില്ലേ അതൊന്ന് മുറിച്ച് കൊടുക്കുക. സൈഡിലോട്ടൊക്കെ ഒന്ന് കത്തി ഓടിച്ചിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു ഗ്യാപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് തന്നെ ഫില്ലിങ് വെക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് കഴിക്കുമ്പം തന്നെ നമുക്ക് വയറ് ഫില്ലായി കിട്ടും കേട്ടോ. അപ്പോൾ അധികമൊന്നും ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഒരു 10-15 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക്